നമസ്തേ, വെൽക്കം ടു പ്രാണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരിക അല്ലേ? എല്ലാവരും ചൂടെടുത്തിരിക്കുമായിരിക്കും. ഫാനും എ സിയും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം നമ്മുടെ ബോഡി കൂൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യോഗയിൽ എന്ത് സീക്രട്ട് പ്രാക്ടീസാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 കൂളിംഗ് പ്രാണായാമം പരിചയപ്പെടാം. നമ്മുടെ ബോഡീനെ എത്രത്തോളം നമ്മൾ ചെയ്യുന്നോ അത്രയും നമ്മുടെ ബോഡീനെ കൂളാക്കി വെക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന 2 കൂളിംഗ് പ്രാണായാമാസ്. അതെങ്ങനെയാണ് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രാക്ടീസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വൺ നമ്മളിവിടെ ചെയ്യുന്നത് സദന്ത പ്രാണായാമയാണ്. ഈസി ആയിട്ട് ബേസിക് വേയിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ 2 റോസ് ഓഫ് ടീത്തും നമ്മൾ ചേർത്ത് വെക്കും. ഈ ടീത്തിൻ്റെ പുറകിലായിട്ട് നമ്മുടെ നാവ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കാം. അപ്പം എന്നിട്ട് നമ്മുടെ 2 ലിപ്സും എത്രത്തോളം നമുക്ക് വൈഡ് ചെയ്യാൻ പറ്റുമോ, സ്ട്രെയിൻ ഇല്ലാതെ ഇത്തിരി ഒന്ന് വൈഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ. ദെൻ നമ്മൾ ശ്വാസം എടുക്കുന്നത് വായിലൂടെ ആയിരിക്കും. ദെൻ ശ്വാസം വിടുന്നത് മൂക്കിലൂടെ. ഓക്കെ, ജസ്റ്റ് 1 റൗണ്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കുക. മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. ഇവിടെ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മളങ്ങനെ സ്ട്രെയിൻ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് സിമ്പിളായിട്ട് പക്ഷേ ലെങ്തി ആയിട്ട് ശ്വാസം എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ദീർഘമായിട്ട് എത്ര ശ്വാസം അകത്തേക്ക് എടുക്കാൻ പറ്റുമോ അത്രയും ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. വിടുന്ന സമയത്തും അതേപോലെ ആസ്വദിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. തിരക്കൂട്ടി ഫാസ്റ്റായിട്ട് ചെയ്യാതെ സ്ലോയിൽ സാവധാനം എത്രത്തോളം റൗണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും നമ്മുടെ ബോഡി നമുക്ക് കൂളായിട്ട് ഫീൽ ചെയ്യും. ചുരുങ്ങിയതൊരു 21 റൗണ്ട് തന്നെയും ചെയ്യാൻ ശ്രമിക്കുക. 21 റൗണ്ടിലും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എത്രത്തോളം നിങ്ങൾ റൗണ്ട്സ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് നമ്മുടെ ഫുൾ ബോഡി നിങ്ങൾക്ക് കൂളായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് അവെയർ ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് കംഫർട്ടബിളായിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലോറിലിരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയർ യൂസ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ഓഫീസ് വർക്ക്സിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഒന്ന് കൂളാക്കാൻ വേണ്ടി ചെയ്യാം. അതേപോലെ ആർക്കെങ്കിലും ലോ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അവർ 10 റൗണ്ടിൽ കൂടുതൽ ചെയ്യണ്ട. നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ എഗെയിൻ ഇത് റെഡ്യൂസ് ചെയ്യിക്കും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ സിവിയർ ആയിട്ട് നിങ്ങൾക്ക് കഫ് പ്രോബ്ലം ഓർ സിവിയർ സൈനസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 റൗണ്ടൊക്കെ മതി. അതിൽ കൂടുതൽ നിങ്ങൾ മാക്സിമം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇതിപ്പം ഡേ ടൈമോ അല്ലെങ്കിൽ നൈറ്റ് ടൈമോ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ബോഡിയിൽ ഹീറ്റ് അധികമായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിൽ നിങ്ങൾക്ക് ഈ കൂളിംഗ് പ്രാണായാമം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ നമ്മൾ സെക്കൻഡ് കൂളിംഗ് പ്രാണായാമയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഇത് സെക്കൻഡ് വൺ നമ്മൾ ചെയ്യുന്നത് ശീതളി പ്രാണായാമം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നാവ് മാക്സിമം പുറത്തേക്ക് നീട്ടിപ്പിടിക്കുക. ഇതുപോലെ. ദെൻ നാവിന് 2 സൈഡ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ നാവ് ഒരു സ്ട്രോ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ടണൽ ഷേപ്പിൽ നിങ്ങളുടെ നാവ് വെക്കാൻ ശ്രമിക്കുക. ദെൻ നാവിലൂടെ ശ്വാസം എടുക്കുക. വായ വഴി കംപ്ലീറ്റ് ആയിട്ട് എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഇൻഹേൽ ചെയ്യാൻ പറ്റുന്നു അത്രയും ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക. നാവകത്തേക്ക് എടുക്കുക, വായ അടയ്ക്കുക. ദെൻ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതും നമ്മൾ നേരത്തെ സദന്ത പ്രാണായാമം പറഞ്ഞതുപോലെ തന്നെ 21 റൗണ്ട്, മിനിമം 21 റൗണ്ട് ചെയ്യുക. 21 റൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി കൂളായിട്ട് നിങ്ങൾക്ക് ഫീൽ ഇല്ല എങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ എങ്ങനെയാണ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒരു റൗണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് എത്ര റൗണ്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും റൗണ്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഈസി കൂളിംഗ് പ്രാണായാമാസ്, നമ്മുടെ ബോഡി കൂളായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കൂളിംഗ് പ്രാണായാമാസ്. അപ്പോൾ നമ്മൾ യോഗയിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ബോഡി കൂൾ ചെയ്യിക്കാം നമ്മൾ ഇപ്പോൾ പഠിച്ചു അല്ലേ? ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി റൊട്ടീനിലും നിങ്ങൾ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബോഡി ഈ സമ്മറിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
എസ്പെഷ്യലി നിങ്ങൾ ഓയിലി ഫുഡുകൾ അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ്, നോൺ വെജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പം ഒരു ഡേയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ 3 ടൈമിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക. ഇനി അല്ല 3 ടൈം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൽ മോർണിംഗോ അല്ലെങ്കിൽ നൈറ്റോ നിങ്ങൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന വസ്ത്രങ്ങൾ ലൈറ്റ് കളേഴ്സുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക. അതേപോലെ കോട്ടൺ അല്ലെങ്കിൽ അതായത് ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഈ സമ്മറിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മൾ എത്രത്തോളം എ സി ഇടുന്നു അതിങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ആ ഹീറ്റ് ചിലപ്പോൾ താങ്ങാൻ പറ്റിക്കോണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഫാൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 നേരം കുളിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത്രയും നമ്മളെ ബോഡി നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ യോഗിക് പ്രാക്ടീസുകളും കൂടെ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സമ്മർ സീസൺ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഇപ്പം നമ്മൾ ചെയ്ത വീഡിയോസിലടക്കം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു. നമസ്തേ.